ഐഡിയാസ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ടൊരു മെയിൽ വന്നായിരുന്നു. അപ്പോൾ അതിൽ കുറേ കാരണങ്ങളും കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ചില കാര്യങ്ങൾ പറയാം. കാരണം ചിലവരുടെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ഓക്കെ, അപ്പോൾ നമുക്കതിനെ പറ്റിയിട്ടൊന്ന് പറയാം. അപ്പോൾ കീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല, വിഷമിക്കേണ്ട കേട്ടോ. ഉടനെ തന്നെ പബ്ലിഷ് ചെയ്ത് കിട്ടും. കാരണം ഇതിൻ്റെ ഒരു ഏകീകരണം ഉണ്ടല്ലോ. നമുക്ക് പല ബോർഡുണ്ട് നമുക്ക്, അല്ലേ? സ്റ്റേറ്റ് ബോർഡ് മാത്രമല്ല, മറ്റു പല ബോർഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കുകൾ ഏകീകരിക്കുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരാതെ കറക്റ്റ് രീതിയിലേക്കുള്ള ആ ഒരു ഏകീകരണത്തിനുള്ള ഡിസ്കഷൻസ് ഗവൺമെൻറ്റും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് നടത്തണതിൻ്റെ ഫലമായിട്ടാണ് കുറച്ച് വൈകണത്. കാരണം അത് നല്ലതാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. കാരണം കീമിൽ ഗവൺമെൻറ് സിലബസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്കും അല്ലെങ്കിൽ കീമിൽ ഫുൾ മാർക്ക് വന്ന കുട്ടികൾ സ്റ്റേറ്റ് ബോർഡ് പഠിച്ചവർക്ക് റാങ്ക് പുറകിലേക്കാണ് വന്നത്. CBSE സ്റ്റുഡൻസിന് അല്ലെങ്കിൽ മറ്റു ബോർഡിലെ ചില ബോർഡുകളിലെ കുട്ടികൾക്ക് റാങ്ക് മുമ്പിലേക്ക് ഇവരെ അപേക്ഷിച്ച്, അതായത് സ്റ്റേറ്റ് ബോർഡിൻ്റെ മാർക്കിനെക്കാട്ടിയും കുറവ് മാർക്കുള്ളവർ മറ്റു ബോർഡുകാരും മുമ്പിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അധികം താമസിയാതെ വരും. നമുക്ക് അത് റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഓപ്ഷൻസൊക്കെ കൊടുക്കാൻ പറ്റും. ഓപ്ഷൻസ് കൊടുക്കണേ മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. കറക്റ്റായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. കാരണം പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ടൈം ഔട്ട് ആവും. നമുക്ക് ആ ഒരു ടൈമിൽ കോളേജുകൾ തമ്മിൽ മാറിപ്പോവാം. പാലക്കാട്, തിരുവനന്തപുരം, അതുപോലെ തന്നെ TKM 2 അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാറിപ്പോവാതെയൊക്കെ വെക്കാനൊക്കെ നല്ലത് ആ കോളേജുകളൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ടൈം ഔട്ട് വരുമ്പോൾ സേവ് ആവാതിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിലെ കോളേജുകളുടെ ലിസ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമല്ലോ, വന്നു കഴിയുമ്പോൾ നമ്മളുടെ പ്രൊഫൈലിൽ നമുക്ക് കോളേജുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെയൊന്നും നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട. കാരണം ഒക്കെ സെറ്റായി വന്നിട്ട് വേണമെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ തുടങ്ങി ചെയ്താൽ മതി. അപ്പോൾ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ നമ്മളുടെ പ്രൊഫൈൽ എല്ലാ കോളേജുകളും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നോക്കിയെടുത്തിട്ട് എഴുതാനും നിങ്ങൾക്ക് ആ ഒരു ദിവസവും കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എഴുതാം. ഇപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കോളേജുകൾ ഓപ്ഷൻസ് നോക്കണതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളങ്ങനെ ചിലവർക്കൊരു പേടിയുണ്ടാവും, ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഇല്ല, നിങ്ങൾ ആ ഓപ്ഷൻസ് എടുത്ത് സേവ് ചെയ്ത് വെച്ചാലാണ് അത് സേവ് ആവുള്ളൂ. അത് സേവ് ചെയ്ത് വെക്കുകയും വേണം. അല്ലാതെ വെറുതെ എടുത്ത് നോക്കി അല്ലെങ്കിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാലും സേവ് കൊടുത്തിട്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ നമ്മൾ വച്ചേക്കണതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കാൻ പറ്റും നമുക്ക്. അത് PDF ആയിട്ട് ഇടങ്ങി അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് അത് ഓക്കെ ആണെന്ന് നോക്കാം. പിന്നെ എല്ലാ വർഷവും നമ്മൾക്ക് ലാസ്റ്റ് ഡേ വരെ നമ്മളുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി നല്ലത് ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പിൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീട്ടിലിരുന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തില്ലേ, അതിൽ പോയി ചെയ്യാം. അല്ലെങ്കിൽ അക്ഷയ ചെയ്യാം, നെറ്റ് കഫകളിൽ ചെയ്യാം. അപ്പോൾ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. അവിടെ കുറച്ച് അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടും. അവർ കറക്റ്റായിട്ട് തന്നെ ചെയ്തൊക്കെ തരും. ഇനി നമ്മൾ സ്പോട്ടിനെ പറ്റി പറയുമ്പോഴേ കുറച്ച് കാര്യം കൂടി ഒന്ന് പറയട്ടെ. നമ്മൾ കീമിൻ്റെ കുറേ നാളുകളായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലാതെ 3 അലോട്ട്മെൻറ്റ്, ശേഷം 2 മോപ്പപ്പ്, പിന്നെ ആയിരുന്നു സ്പോട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മോപ്പപ്പ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെൻറ്റ് ഒന്നും ഇല്ലാതായി. 3 അലോട്ട്മെൻറ്റുകൾ വന്നു. അതിനുശേഷം നമുക്ക് സ്പോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ 3 അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ 1, 2, 3 ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റിൽ നമ്മൾ ആദ്യം ഓപ്ഷൻ എങ്ങനെയാണോ വെക്കണത് അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, ആ കോളേജിൽ നമ്മൾക്ക് സീറ്റ് ഉറപ്പിക്കാനായിട്ട് എൻട്രൻസ് കമ്മീഷണർക്ക് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ആണെങ്കിൽ അവരുടെ ആ ഒരു ഫീസ് മനസ്സിലായോ, അതിൽ SC STക്ക് വ്യത്യാസം ഉണ്ടാവും. അതല്ല മറ്റു ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജോ പ്രൈവറ്റ് കോളേജുകളാണെങ്കിൽ 10,000 രൂപ ആദ്യത്തെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടണവർക്ക് മാത്രം മതി എൻട്രൻസ് കമ്മീഷണർക്ക് അടക്കാനുണ്ടാവും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങിയാണ് നമ്മളോട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് പറയണത്. മനസ്സിലായല്ലോ? ഇനി ഈ വർഷം ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളെല്ലാം തന്നെ ടോക്കൺ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് നമ്മളുടെ സീറ്റ് അവിടെ ഉറപ്പാക്കിയിടണം. അത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ ഒരു 8,000 ഒക്കെയാണ് ഫീസ് വരുന്നത്.
അതേസമയം SC/STക്ക് അത്രയും വരില്ല കേട്ടോ, മേ ബി ഒരു 1000 ഒക്കെ വരുള്ളൂ. അതല്ല നമ്മൾക്ക് മറ്റു കോളേജുകളാണെങ്കിൽ നമുക്കൊരു 10,000 രൂപ എൻട്രൻസ് കമ്മീഷർക്ക് ഓൺലൈനായിട്ട് അടച്ചാൽ മതി. അത് അടച്ചില്ലെങ്കിൽ നമ്മുടെ സീറ്റ് പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഫീസുണ്ട്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മളുടെ പ്രൊഫൈലിൽ കോളേജുകൾ കാണാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കോളേജും കോഴ്സും എടുത്ത് വെക്കുന്നതിനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയണേ. അപ്പോൾ നമുക്കതിന് ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം മുതൽ ഒരു 2000 രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസുണ്ട്. അതടച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ. മനസ്സിലാവണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. സോ അത് നിങ്ങൾ എടുത്ത് വെച്ച് സേവ് ചെയ്താലാണ് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ട് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നേരത്തെ ഉണ്ടാക്കി വെക്കണതാണ് നല്ലത്. അപ്പോൾ ആ ഓപ്ഷൻസ് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ നമ്മൾ ക്യുസാറ്റിലൊന്നും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസൊന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുത്ത് വെക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ കീമിൽ അങ്ങനെയല്ല. ഈ കുട്ടികൾ വെറുതെ ഓപ്ഷൻസ് കൊടുത്തിട്ടേ പോയി ചേരാതിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു 2000 രൂപ ഫീസുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ നമുക്കത് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയില്ല എങ്കിൽ നമ്മൾക്ക് ആ ഫീസ് തിരിച്ച് തരാറൊക്കെ ഉണ്ട് എൻട്രൻസ് കമ്മീഷന്. അപ്പോൾ അതിപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ചില കുട്ടികളെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2000 രൂപയാണ്. ഇതുവരെ 2000 രൂപയായിരുന്നു. ആ ഒരു പേയ്മെൻറ്റ് ചെയ്താലാണ് നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജ് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ എൻട്രൻസ് കമ്മീഷണർക്ക് 10,000 രൂപ അല്ലെങ്കിൽ ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു കോളേജിൻ്റെ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. കോളേജിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ 8,000 സംതിങ് ആണല്ലോ, ആ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുണ്ടല്ലോ? ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് നമ്മളോട് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് പറയണത്. നമ്മുടെ സർട്ടിഫിക്കറ്റും ബാക്കി കോളേജിൽ അടക്കാൻ കുറച്ച് ഫീസ് ഉണ്ടാവും. അത് ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും ട്യൂഷൻ ഫീസ് കൂടാതെ, അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും ട്യൂഷൻ ഫീസ് കൂടാതെ ഒരു 20,000 മുതൽ 25,000 രൂപ എക്സ്ട്രാ ഫീസ് സാധാരണഗതിയിൽ വരാറുണ്ട്. ആ ഒരു ടൈമിൽ അത് കോളേജുകൾ വെബ്സൈറ്റിലിടും അവരുടെ ആ ഒരു ഫീസ് സ്ട്രക്ചർ, PTA ഫണ്ട്, ആ ഒരു കുറേ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് എങ്ങനെയായാലും ഉണ്ടാവും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമല്ലേ, അതിൻ്റെ വെൽഫെയറിന് വേണ്ടി നമുക്ക് കുറച്ച് എമൗണ്ട് എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ബസ് മെയിൻ്റനൻസ് അങ്ങനെ ഉള്ള കുറച്ച് ഫീസുകളൊക്കെ വരും. മനസ്സിലായല്ലോ? അതുകൂടാതെ ട്യൂഷൻ ഫീസ് എത്രയാണോ അതും കൂടി വരും. അപ്പം നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും ഫീസും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ചിലവർക്ക് വേറൊരു കോളേജോ വേറൊരു കോഴ്സോ ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ സെയിം കോളേജിൽ സെയിം കോഴ്സ് തന്നെയാണെങ്കിൽ അത് കോളേജിൽ വിളിച്ച് ചോദിച്ചാൽ മതി. നമ്മൾ വന്ന് സെയിം കോളേജിൽ വേറെ, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജിൽ ഈസി ആയിരുന്നു കിട്ടിയത്, തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ആ കോളേജിൽ തന്നെ CS മാറിയെങ്കിൽ വീണ്ടും കോളേജിൽ വന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ട് പോയാൽ മതി. അതേസമയം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, വേറൊരു കോളേജ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ വേറൊരു കോളേജിലേക്കാണ് അഡ്മിഷൻ കിട്ടിയേക്കുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റും ഫീസും വാങ്ങിയിട്ട് മൂന്നാമത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. ആ ഫീസൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് കീമിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അലോട്ട്മെൻ്റ് ആണല്ലോ, ഒരു ഫീസ് നഷ്ടപ്പെടില്ല. അഡ്മിഷൻ ഫീസ് അത് ചില കോളേജിൽ 250, ചില കോളേജിൽ 500, ആ ഫീസ് തിരിച്ചു കിട്ടില്ല. അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്ന ആ ഫീസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫീസും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പം നിങ്ങൾ രണ്ടാമത് ചേർന്ന കോളേജിൽ നിന്ന് ഫീസും സർട്ടിഫിക്കറ്റുമായിട്ട് മൂന്നാമത് കിട്ടിയേക്കുന്ന കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. മനസ്സിലാവണ്ടോ? അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും ചില പ്രൊസീജിയർ ഉണ്ട് കേട്ടോ, അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കാൻ. അത് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ എന്നൊക്കെ പറയും അതിനെ. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1, 2, 3 അലോട്ട്മെൻറ്റുകളാണ്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഈ എൻട്രൻസ് കമ്മീഷണർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ എൻട്രൻസ് കമ്മീഷണർ പറയും ഈ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് എന്നൊരു കാര്യം പറയും. അതിപ്പോൾ ഒരുപക്ഷെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ പറയണമെന്നില്ല. നമുക്കറിയില്ല എത്രാമത്തെ അലോട്ട്മെൻറ്റ്. സാധാരണ നമുക്ക് ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ 3 അലോട്ട്മെൻറ്റും മോപ്പപ്പിലും പ്രൈവറ്റ് കോളേജുകളുണ്ടായിരുന്നു. പക്ഷേ
ഈ കഴിഞ്ഞ വർഷം വരെ 3 അലോട്ട്മെൻറ്റുകൾ വരെയാണ് പ്രൈവറ്റ് കോളേജുകൾ ഉണ്ടായുള്ളൂ. അപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പറയും ഈ അലോട്ട്മെൻറ്റ് പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള ലാസ്റ്റ് എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന അലോട്ട്മെൻ്റ് ആണെന്ന് പറയും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പ്രൈവറ്റ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും എൻട്രൻസ് കമ്മീഷണർ എന്നുള്ള വാക്കുണ്ടാവും. അത് നടത്തുന്ന ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണെന്ന് പറയും. അതിനുശേഷമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് കോളേജുകളുടെ ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജുകൾക്ക് ഇനി സീറ്റുകൾ ഫില്ല് ചെയ്യാനായിട്ട് എൻട്രൻസ് കമ്മീഷണറുടെ ഒരു അലോട്ട്മെൻ്റ് ഇല്ല. അപ്പോൾ അവർ ആ ഫീസ് അല്ലെങ്കിൽ അവിടെ നിന്ന് പോരുമ്പോൾ അവരുടെ സീറ്റിലേക്ക് വേറൊരു കുട്ടി വരാതിരിക്കുകയും അവരുടെ സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യണേം കൊണ്ട് പിന്നീട് സ്പോട്ട് ഗവൺമെൻറ് കൺട്രോളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലോ സ്പോട്ട് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ഈ പ്രൈവറ്റിൽ പോയി ജോയിൻ ചെയ്തേക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഗവൺമെൻറ് കോളേജുകളുടെ സ്പോട്ട് നടത്തുന്നത് DTE ആണ്. DTE സ്പോട്ട് അതിനെപ്പറ്റി ആ ഒരു ടൈമിൽ പറഞ്ഞുതരാം. അപ്പോൾ അവർ സ്പോട്ട് നടത്തും. ഈ 12 കോളേജുകളിലേക്കുള്ള 8 ഗവൺമെൻറ് കോളേജുകളും 3 എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് നടത്തുന്നത് DTE ആണ്. ഇനി ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ലൈക്ക് ഈ IHREയുടെ കോളേജുകൾ, ഇപ്പോൾ മോഡൽ പോലുള്ള കോളേജുകൾ, അതുപോലെ തന്നെ KSRTCയുടെ കീഴിലുള്ള ശ്രീ ചിത്തിരനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സ്പോട്ട് നടത്തുന്നത് അതത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇപ്പോൾ മോഡലാണെങ്കിൽ മോഡലിലെ പ്രിൻസിപ്പാളായിരിക്കും ആ സ്പോട്ട് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും. അതിനൊക്കെ പറ്റിയിട്ട് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. മനസ്സിലാവണ്ടോ? അപ്പോൾ ഈ ഒരു സ്പോട്ട് ഇങ്ങനെ നടത്തും. ഗവൺമെൻറ് കോളേജുകളുടെ DTE നടത്തും, ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തും. പിന്നെ പ്രൈവറ്റ് കോളേജുകൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ അതത് കോളേജായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവർ പിന്നെ ഇപ്പോൾ സാധാരണ എല്ലാവരും പറയാറുണ്ടല്ലോ പ്രൈവറ്റിൽ നമ്മൾ അഡ്മിഷൻ മെറിറ്റിലെടുത്താലും അതായത് സീഡ് അലോട്ട്മെൻറ്റ് വഴി എടുത്താലും മാനേജ്മെൻറ്റ് വഴി എടുത്താലും ഫീസ് സ്ട്രക്ചർ വ്യത്യാസമൊന്നുമില്ല, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ കീമിൽ വെയിറ്റ് ചെയ്ത് എടുക്കണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ കീം വഴി എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാൻ പറ്റും. കാരണം മിക്ക സ്കോളർഷിപ്പുകൾക്കും അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടണമെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. അപ്പോൾ അത് ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഫീസൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് വഴി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറേ പേര് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, OBCക്ക് ഫീ കൺസെഷൻ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏത് കാറ്റഗറിക്ക് ഫീ കൺസെഷൻ ഉണ്ടോ, SC ST OEC ഫിഷർമാൻ്റെ കുട്ടികൾ, അങ്ങനെ കുറച്ച് കാറ്റഗറിക്ക് മാത്രമാണ് ഗവൺമെൻറ് ഫീ കൺസെഷൻ കൊടുക്കുന്നത്. അല്ലാതെ OBCക്കോ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇൻകം നോക്കിയിട്ട് ഞാനൊരു ഫീ കൺസെഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടില്ലേ, റാങ്കും ഇൻകമൊക്കെ അങ്ങനെയുള്ള ചില ഇത് കിട്ടിയേക്കാം. ഇനി അതല്ലാതെ അവർക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് മെറിറ്റ് കം മീൻസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അവർക്കത് 25,000 ഇയർലി സപ്ലി ഒന്നും വരുത്തിയില്ലെങ്കിൽ 4 വർഷവും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു റിസർവേഷൻ ഇല്ലെങ്കിൽ പോലും വരുമാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള അതായത് മുന്നോക്ക സമുദായത്തിലുള്ള വരുമാനം കുറവുള്ള കുട്ടികൾക്ക് വിദ്യാസമുന്നതി സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സമുന്നതി സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഗ്രാൻസ് പോലുള്ള സ്കോളർഷിപ്പുകൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ സ്കോളർഷിപ്പുകളുണ്ട്. നമ്മൾ എല്ലാ വർഷവും സ്കോളർഷിപ്പുകളൊക്കെ പറ്റി പറ്റണ പോലെ പറയാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ടീച്ചേഴ്സൊക്കെ എങ്ങനെ സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കുമ്പോൾ എവിടെയാണോ നിങ്ങൾ ലാസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നത് അവിടെ ചെന്നിട്ട് സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 3ാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങളൊരു കോളേജ് എടുത്തു, അപ്പോൾ തന്നെ സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കരുത്. കാരണം നിങ്ങളിനി സ്പോട്ടിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, വേറെ മാറുന്നുണ്ട്, അങ്ങനെ മാറുന്നില്ല ആ കോളേജാണ് ഞാൻ ഇനി 4 വർഷം പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് കൊടുക്കൽ തന്നെയാണ്. പക്ഷേ എപ്പോഴും ഓർക്കുക, ഈ എവിടെയാണോ നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്നിട്ട് മാത്രമേ സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റു വകുപ്പ് തലത്തിലുള്ള വെരിഫിക്കേഷനൊക്കെ ആയിട്ട് കോളേജിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ കുട്ടി അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അത് ക്യാൻസലായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും
ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സ്കോളർഷിപ്പുകൾ നമ്മൾ ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ തുടങ്ങും. പക്ഷേ ഇപ്പോൾ നവംബറിൽ തീരുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കണ ഒരു സ്കോളർഷിപ്പ് ആണെങ്കിലും നിങ്ങൾ വീണ്ടും വെബ്സൈറ്റ് ഇടയ്ക്ക് നോക്കുക. നിങ്ങൾക്ക് അഡ്മിഷൻ എത്തി കഴിയുമ്പോൾ ആ വെബ്സൈറ്റ് നോക്കുക. ചിലപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്കൊക്കെ വരെ അത് ഡേറ്റുകൾ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ പറഞ്ഞ സ്പോട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ഈ പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നമ്മൾ ഒരു പ്രൈവറ്റ് കോളേജിലാണ് പോയി അഡ്മിഷൻ എടുത്തേക്കണമെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെയാണല്ലേ. പിന്നീട് സ്പോട്ടിൽ ഗവൺമെൻറ് കോളേജിലോ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലോ നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ NOC ചോദിക്കും. NOC ഉണ്ടെങ്കിലാണ് സ്പോട്ടിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്ന ആ ഒരു പ്രൈവറ്റ് കോളേജിന് നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ കൊടുത്തേക്കാണല്ലേ, ആ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു തരുന്നതിന് ഒബ്ജക്ഷൻ ഇല്ല എന്നുള്ള ഒരു പേപ്പറാണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലോ നമുക്കൊരു സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ പെട്ടു പോകാറുണ്ട്. കാരണം പ്രൈവറ്റ് കോളേജുകൾ NOC മിക്കവരും കൊടുക്കില്ല. കാരണം അവരുടെ സീറ്റ് നമ്മൾ പോന്നു കഴിഞ്ഞാൽ അത് ഫില്ലാവില്ല. പിന്നെ നമുക്ക് ധൈര്യപൂർവ്വം എന്ത് ചെയ്യണം, NOC ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ട് പോരാനേ പറ്റുള്ളൂ. കാരണം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ക്യാൻസലായി എന്ന് അർത്ഥം. പിന്നീട് ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ അവർ ആ ഒരു അഡ്മിഷൻ സീറ്റ് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പിൻ പോയിൻ്റ് അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു കാര്യം, നിങ്ങളിങ്ങനെ പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ട് സ്പോട്ടിൽ ഗവൺമെൻറ് നോക്കാമെന്ന് വിചാരിക്കുന്നവർ ഇങ്ങനെ ഒരു തടസ്സമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ NOCനെ പറ്റി സംസാരിക്കുകയും അല്ലെങ്കിൽ NOC വാങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റണവർ വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് ഞാൻ പറയാനുള്ള കാരണം, നമുക്ക് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ എങ്ങും ഇല്ലാത്തൊരു സ്ഥിതി വരരുതല്ലോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. പക്ഷേ ഞാൻ പറയണത്, നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് NOC ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് തന്നെ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്, വീണ്ടും വേറൊരു ഗവൺമെൻറ് കോളേജിലേക്കാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ കുഴപ്പമില്ല, അവിടെ NOC ഒന്നും ചോദിക്കില്ല. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ചില ഗവൺമെൻറ് കോഴ്സ് ഷെയറിങ്ങിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കണു, ഗവൺമെൻറ് കോളേജിൽ സ്പോട്ടിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിലും അവിടെ NOC പ്രശ്നമില്ല. NOC പ്രശ്നം വരുന്നത് പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തേക്കണ കുട്ടികൾക്കാണ്. സാധാരണ രീതിയിൽ NOC ചോദിക്കണതും ആ പ്രൈവറ്റ് കോളേജുകൾ കൊടുക്കാതിരിക്കണതും. ഇനിയിപ്പോൾ വെറുതെ വാക്കും കൊണ്ട് പറഞ്ഞാൽ പോരാ. കാരണം ഇപ്പോൾ അവർ NOC തരാം എന്ന് വാക്കും കൊണ്ട് പറഞ്ഞാൽ പോരാ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർ തന്നില്ല എന്ന് വരാം. മാത്രമല്ല, നമ്മൾക്ക് ചിലപ്പോൾ സ്പോട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത് ഒരു വെള്ളിയാഴ്ചയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്നിട്ട് മൺഡേ ഒരു സ്പോട്ട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ വർക്കിംഗ് ഡേ അല്ല. അപ്പോൾ നമുക്ക് ആ കോളേജിൽ പോയി NOC വാങ്ങാനോ ചിലപ്പോൾ സൗകര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു ടൈം കിട്ടണമെന്നില്ല. മനസ്സിലാവണ്ട. അപ്പോൾ സ്പോട്ടിൽ പങ്കെടുക്കാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. സ്പോട്ട് അലോട്ട്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ DT നടത്തുന്ന നമ്മളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലെ സ്പോട്ട് നടത്തുന്നത് DT ആണ്. മനസ്സിലാവുണ്ടോ? നമുക്ക് 8 ഗവൺമെൻറ് കോളേജുകളും 3 എയ്ഡഡ് കോളേജും ഉണ്ട്. ഇവരുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് എല്ലാം നടത്തുന്നത് DT ആണ്. അത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഈ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് കോളേജുകളിലെ സ്പോട്ട് നടത്തുന്നത് അതത് പ്രിൻസിപ്പലുകളാണ്. അപ്പോൾ അതും കറക്റ്റായിട്ട് അത് നിങ്ങൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ പ്രൈവറ്റ് കോളേജുകൾ നിങ്ങൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഫീസ് കെട്ടിയൊരു കുട്ടിയാണെങ്കിലും വീണ്ടും ഫീസ് കെട്ടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾക്ക് ഫീസ് തിരിച്ച് കിട്ടുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും ചിലപ്പോൾ ആ കോളേജിൽ നിന്ന് കിട്ടണമെന്നില്ല. ഇപ്പോൾ അത്യാവശ്യം കുട്ടികൾ വന്നു ചേരുന്ന ഒരു കോളേജാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ടൊക്കെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കോളേജിൽ നിന്ന് നമ്മൾ സ്പോട്ടിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ ഫുൾ എമൗണ്ട് ചിലവർ തിരിച്ചു തരും കേട്ടോ. ഫുൾ എമൗണ്ട് ചെറിയൊരു എമൗണ്ടൊക്കെ പിടിച്ചിട്ട് ബാക്കി തിരിച്ചു തരും. അത് ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ആ ടൈമിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഗവൺമെൻറ്റിലൊന്നും തിരിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ പോയാലും 10,000 രൂപയല്ലേ, അതിന് വിലയുണ്ട്. പക്ഷേ ഞാൻ പറയുവാണ്,
ഇപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ആണെങ്കിൽ ആ ഫീസ് ഫുൾ എമൗണ്ട് അവർ NOC തന്നാലും ആ ഫുൾ എമൗണ്ട് നമുക്ക് തരണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സ്പോർട്ടിനെ പറ്റിയിട്ട് എല്ലാ കറക്റ്റ് ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു ടൈമിൽ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയേണ്ടതുള്ളതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.